ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സാപത്തിന്റെ തൊട്ട് മുൻപുള്ള ഓരോ ദിവസമായിരുന്നു. അതിനാൽ വൈകുന്നേരമായപ്പോൾ അവൻ ആലോചന സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവരുമായിരുന്നു. അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് വിസ്മയപൂർവ്വം ചോദിച്ചു. അവൻ ശതാധിപനെ വിളിച്ചു. അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞുവോ എന്ന് അന്വേഷിച്ചു. ശതാധിപനിൽ നിന്ന് വിവരം പറഞ്ഞ ശേഷം അവൻ മൃതദേഹം യോസേഫിന് വിട്ടുകൊടുത്തു. അവനെ ശരീരമെടുത്ത യഹൂദരുടെ ശവസംസ്കാര രീതിയനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്തൊരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ഇതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവരെ യേശുവിനെ അവിടെ സംസ്കരിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കബറടക്കം വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളെ പ്രതിയുള്ള നിന്റെ നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. ഞങ്ങൾക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഒരു നയമാ യോസേഫ് പീലാത്തോസ്